പ്രിയപ്പെട്ട കുട്ടികളെ, സെക്കൻഡ് ഇയർ സുവോളജിയിലെ എക്സാമാണ് തിങ്കളാഴ്ച, ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്ററിലെ എക്സ്പാൻഷൻസ് ആയിട്ടുള്ള ഫുൾ ഫോമുകൾ ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിൽ നമ്മൾ ചെറിയ രൂപത്തിലൊരു എക്സ്പ്ലനേഷൻ ഇതിനോടൊപ്പം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ആർ സി എച്ച് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. ഇത് ഇന്ത്യ ഗവൺമെൻറ് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് RCH. ഓക്കെ, ഇനി അടുത്തതാണ് CDRI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മെഡിസിൻസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണ് CDRI അല്ലെങ്കിൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സഹേലി എന്ന് വിളിക്കുന്ന മെഡിസിൻ ടാബ്ലറ്റ് ഇത് ഡെവലപ്പ് ചെയ്തത് CDRI ആണ്. ഓക്കെ, മൂന്നാമത്തതാണ് IMR ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. IMR എന്ന് പറഞ്ഞാൽ ശിശു മരണനിരക്ക്, അതായത് പ്രസവത്തെ തുടർന്ന് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ കാണിക്കുന്ന അളവാണ് IMR. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യയുടെ ശിശു മരണ നിരക്കിനേക്കാൾ വളരെ കുറവാണ് കേരളത്തിലെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊരു പോയിൻ്റ്, ഇത് പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. കാരണം എങ്ങനത്തെ കുഞ്ഞുങ്ങൾ പ്രസവത്തെ തുടർന്ന് മരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമ്പോൾ അവർ കൂടുതൽ കാലം ജീവിക്കുകയും അവരും കൂടുതൽ വലുതാവുകയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പോപ്പുലേഷൻ കൂടാൻ വേണ്ടി കാരണമാവുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് MMR. ഇതേപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക് എന്നതാണ് MMR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസവത്തെ തുടർന്നുള്ള അമ്മമാരുടെ മരണത്തിൻ്റെ നിരക്കാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് IUD ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫീമെയിൽ ബോഡിയിലെ യൂട്രസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ഡിവൈസസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. ഇൻട്രാ മീൻസ് ഇൻസൈഡ്, യൂട്രസ് ഡിവൈസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഒരാൾ അവരുടെ പ്രഗ്നൻസിയെ മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് MTP എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരാളുടെ പ്രഗ്നൻസി അമ്മക്കോ കുഞ്ഞിനോ ഹാംഫുൾ ആണെങ്കിൽ നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടറുടെ പെർമിഷനോട് കൂടി ആ പ്രഗ്നൻസിയെ നമ്മൾ അബോർട്ട് ചെയ്യിക്കാറുണ്ട്, മെഡിസിൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതിനെ നമ്മൾ MTP എന്ന് വിളിക്കുന്നത്. ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഈ MTP മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ MTP മിസ്യൂസ് ചെയ്യാറുള്ളത്, ദുരുപയോഗം ചെയ്യാറുള്ളത് ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഫീമെയിൽ ഫീറ്റിസൈഡ് ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കണേ, അതായത് പെൺ ഭ്രൂണഹത്യക്ക് വേണ്ടിയിട്ട് ഇത് മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേഷൻസും നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് STI അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങളെ വിളിക്കുന്ന പേരാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. നേരത്തെ STD എന്നും പറയാറുണ്ടായിരുന്നു, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നും വിളിക്കാൻ. ഈ അസുഖങ്ങളെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ RTI യുടെ ഫുൾ ഫോമാണ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി എന്നാണ് അർത്ഥം. അതായത് IVFൻ്റെ മീനിങ് ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി എന്നാണ് നമുക്ക് ഇതിൻ്റെ അർത്ഥം പറയാൻ പറ്റും. കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സാങ്കേതിക വിദ്യയാണ് IVF എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഫുൾ ഫോംസ് മാത്രമാണ് പറയുന്നതെങ്കിലും ചെറിയ രൂപത്തിൽ പറയാണ്. അപ്പോൾ ഈ IVFൽ നമ്മൾ ചെയ്യുന്നത്, ഒരു സ്ത്രീയുടെ ബോഡിയിൽ, ഒരു സ്ത്രീ ഇപ്പോൾ പ്രഗ്നൻസിക്ക് അനുയോജ്യമല്ലാത്ത യൂട്രസ് ആണുള്ളതെങ്കിൽ ആ സ്ത്രീയുടെ ഓവവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്പേംസും എല്ലാം കളക്ട് ചെയ്തിട്ട്
ലബോറട്ടറിയിലെ കണ്ടീഷൻസിൽ വെച്ചിട്ട് ലാബിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബോഡിയുടെ പുറമെ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തും. അതിനെയാണ് നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനുശേഷം ഉണ്ടാവുന്ന എംബ്രിയോയെ നമ്മൾ മറ്റൊരു സ്ത്രീയുടെ, അതായത് ഒരു സൊറോഗേറ്റ് മദർ അല്ലെങ്കിൽ വാടക ഗർഭപാത്രം തരുന്ന മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ നിക്ഷേപിക്കും. ആ എംബ്രിയോ രണ്ടാമത്തെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വളരുകയും ചെയ്യും. ആ സ്ത്രീക്ക് ആ കുഞ്ഞിനെ പ്രസവിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് IVF അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇത്തരം എംബ്രിയോയെ നമ്മൾ സ്ത്രീകളുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. ഫലോപ്പിയൻ ട്യൂബ് നമുക്കറിയാം, ഓവറിയെ യൂട്രസുമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബാണ് ഫലോപ്പിയൻ ട്യൂബ്. ആ ട്യൂബിലേക്ക് ഇങ്ങനെ IVFനെ തുടർന്നുണ്ടായ എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നമ്മൾ സിഫ്റ്റ് എന്ന് വിളിക്കും. സോ സിഫ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ത്രീയുടെ ബോഡിയിൽ പ്രഗ്നൻസിക്കുള്ള എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമാണെങ്കിലും അവരുടെ ബോഡിയിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫീമെയിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റൊരു സ്ത്രീയുടെ നിന്നും കളക്ട് ചെയ്ത ഓവം, അതല്ലെങ്കിൽ ഒരു ഡോണറിൽ നിന്നും കിട്ടിയ ഓവത്തെ നമുക്ക് ഈ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഡോണറിൽ നിന്നൊരു ഓവം എടുത്തിട്ട് ഈ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭധാരണം സാധ്യമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റൊരു സ്ത്രീയിൽ നിന്ന് വേർതിരിച്ച ഓവം അല്ലെങ്കിൽ ഓവത്തെ നമ്മൾ ഗ്യാമേറ്റ് എന്നും വിളിക്കാം. ആ ഗ്യാമേറ്റിനെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന എംബ്രിയോയെ നമ്മൾ ഫലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂട്രസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ഈ IVF ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിലുണ്ടാകുന്ന മെയിൽ ബോഡിയിലുണ്ടായിട്ടുള്ള സ്പേമിനെ നമ്മൾ ഓവത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യാറുണ്ട്. സ്പേമിനെ ഓവത്തിൻ്റെ അകത്തോട്ട് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സാങ്കേതിക വിദ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ICSI അല്ലെങ്കിൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇൻട്രാ മീൻസ് ഇൻസൈഡ്, സൈറ്റോപ്ലാസ്മിക് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസ്മിനുള്ളിലോട്ട് സ്പേമിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ICSI എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് മറ്റൊന്നാണ് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ. നമുക്കറിയാവുന്നതാണ് ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ബോഡിയിലുണ്ടാകുന്ന സെമൻസിനെ നമ്മൾ ഫീമെയിൽ ബോഡിയിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ റിലീസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ നോർമലി സെമൻ റിലീസ് ചെയ്യുന്നത് സെക്ഷൽ കോണ്ടാക്റ്റിൻ്റെ സമയത്താണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ കിടപ്പിലായ ആളുകൾക്കൊക്കെ അങ്ങനെ നോർമൽ സെക്ഷൽ കോണ്ടാക്റ്റ് പോസിബിൾ ആവാത്ത സാഹചര്യത്തിൽ നമ്മൾ പുരുഷന്മാരുടെ ബോഡിയിൽ നിന്നും വേർതിരിക്കുന്ന സെപ്പറേറ്റ് ചെയ്യുന്ന സെമൻ അത് സ്ത്രീകളുടെ യൂട്രസിലോട്ട് നമ്മൾ റിലീസ് ചെയ്യാറുണ്ട് കൃത്രിമമായിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ എക്സ്പാൻഷൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക, നന്നായി സ്കോർ ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് വിഷ്.